നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കേന്ദ്ര പ്രതിനിധി സംഘത്തിന്റെ UAE സന്ദർശനം തുടരുകയാണ്. ഇന്നലെ രാത്രി UAEയിലെത്തിയ സംഘം UAE സഹിഷ്ണുതാ സഹവർത്തിത്വകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയങ്ങളും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും നടപടികളും വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സംഘം UAEയിലെത്തിയത്. ഇന്ന് UAE സഹിഷ്ണുതാ സഹവർത്തിത്വകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായായിരുന്നു സംഘത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച. തുടർന്ന് പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുഐമി, നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കഅബി എന്നിവരടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്ന് ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുഐമി പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ വിട്ടുവീഴ്ചയില്ലാത്തതാണെന്നും ഇന്ത്യയുമായുള്ളത് നയതന്ത്ര ബന്ധത്തിനും അപ്പുറമുള്ള ബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It's not ready. We already are cooperating. You see, it's not something that negotiable from our side. Our commitment toward India's national security is non-negotiable. India is a strategic partner. It's not only with the government, it's with the people, it's with the nation. We have a history of relationship with India. ശിവസേന MP ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന സംഘത്തിൽ MPമാരായ ടി മുഹമ്മദ് ബഷീർ, ബാൻസുരി സ്വരാജ്, അതുൽ ഗാർഗ് തുടങ്ങിയവരാണുള്ളത്. UAE സന്ദർശനത്തിന് ശേഷം ഇതേ സംഘം ലൈബീരിയ, കോങ്കോ, സിയോറ ലിയോൺ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിക്കും. 24 ദുബായ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം ഈ മാസം 27-ന് സൗദിയിലെത്തും. BJP MP ബൈജയന്ത് പാണ്ഡെ നയിക്കുന്ന സംഘത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 8 അംഗങ്ങളാണ് ഉള്ളത്. BJP MPമാരായ നിഷികാന്ത് ദുബൈ, ഫാങ്നോങ് കൊന്യാക്, രേഖ ശർമ്മ, AIMIM MP അസദുദ്ദീൻ ഒവൈസി, രാജ്യസഭാംഗമായ സത്നാം സിംഗ് സന്ധു, ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ്, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. ചൊവ്വാഴ്ച വൈകിട്ട് റിയാദിലെത്തുന്ന പ്രതിനിധി സംഘം 28, 29 തീയതികളിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ പാക് സംഘർഷം ഉടലെടുക്കുവാനുണ്ടായ സാഹചര്യങ്ങളും തുടർന്ന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും സംഘം കൂടിക്കാഴ്ചയിൽ വിശദീകരിക്കും. മെയ് 30-ന് സംഘം അൾജീരിയയിലേക്ക് പുറപ്പെടും. ബഹ്റൈൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനു ശേഷമാണ് സംഘത്തിന്റെ സൗദി സന്ദർശനം. കഴിഞ്ഞ മാസം ഏപ്രിൽ 20-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശന വേളയിലാണ് 26 പേരുടെ ജീവനൊടുത്ത പഹൽഗാം ഭീകരാക്രമണം നടന്നത്. ഇതേ തുടർന്ന് സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി അടിയന്തരമായി ഇന്ത്യയിലേക്ക് മടക്കുകയായിരുന്നു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മണ്ണിലൊടുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി. 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. ആക്രമണത്തിന് മുതിർന്നാൽ തക്കതായ മറുപടി ഇനിയും നൽകും. പാകിസ്ഥാനോടുള്ള ചർച്ച പാക് അധിനിവേശ കശ്മീരിനു വേണ്ടി മാത്രമായിരിക്കുമെന്നും ബിക്കാനീറിലെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. जो सिंदूर मिटाने निकले थे उन्हें मिट्टी में मिलाया है. പെഹൽഗാമിൽ മതം ചോദിച്ച് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് രാജ്യം മറുപടി നൽകിയത് 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും നരേന്ദ്രമോദി. शोध प्रतिशोध का खेल नहीं, ये न्याय का नया स्वरूप है. ये ऑपरेशन सिंदूर है. ആദ്യമായാണ് ഭീകരവാദികളുടെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ ആറ്റം ബോംബ് ഭീഷണിയിൽ ഇന്ത്യ ഭയപ്പെടില്ല. എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നോ അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു. അതിർത്തിക്കപ്പുറമുള്ള പാകിസ്ഥാന്റെ റഹീം യാർ ഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ICUവിലാണെന്നും പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രക്തം തൊട്ട് കളിച്ചതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു മോദിയുടെ ഓർമ്മപ്പെടുത്തൽ. ബിക്കാനീറിലെ വ്യോമതാവളവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. 24 ഡൽഹി. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് തയ്യാറാക്കിയ ലബൈക്ക് എന്ന ഹജ്ജ് നാവിഗേറ്റർ ആപ്പ് ശ്രദ്ധേയമാകുന്നു. മക്കയിലെ ICF RSC ഹജ്ജ് വളണ്ടിയർ കോർ ആണ് ആപ്പ് തയ്യാറാക്കിയത്.
സാങ്കേതിക വിദ്യയിൽ പരിമിതമായ അറിവ് മാത്രമുള്ളവർക്കും പ്രായമായവർക്കും അനായാസമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ലബ്ബൈക്ക് ഹജ്ജ് നാവിഗേറ്റർ മൊബൈൽ ആപ്പ് ഒരുക്കിയിട്ടുള്ളത്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി ആപ്പ് പുറത്തിറക്കി. മക്കയിലും മദീനയിലുമുള്ള താമസ സ്ഥലങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ, ആശുപത്രികൾ, മിനായിലെ ടെന്റുകൾ തുടങ്ങിയവയുടെ ലൊക്കേഷൻ പെട്ടെന്ന് ഈ ആപ്പിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഹറമിലേക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ആശ്രയിക്കേണ്ട ബസ് സ്റ്റാൻഡുകളുടെ വിവരങ്ങൾ, ബാഗുകൾ നഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ, മക്കയിലെ റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി പ്രധാന സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങളുടെയും എല്ലാം ലൊക്കേഷനുകളും ഇതിലുണ്ട്. ഈ ബിൽഡിംഗ് ആപ്ലിക്കേഷനുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അസീസയിലുള്ള 600 ബിൽഡിംഗുകൾ, ബസ് സ്റ്റാൻഡുകൾ, ക്ലിനിക്കുകൾ, ബ്രാഞ്ചുകൾ തുടങ്ങി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമാണ്. വ്യത്യസ്തമായ ടൈം ഷെഡ്യൂളിൽ 7 മക്കയിലെ പ്രധാനപ്പെട്ട 7 ഏരിയകളിൽ നിന്നുള്ള വളണ്ടിയേഴ്സാണ് ഈ വർഷം സേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് 24 ഹവേഴ്സ് ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം മെഡിക്കൽ സംവിധാനങ്ങളും കൂടി സംവിധാനിച്ചിരിക്കുന്നുണ്ട്. വഴിതെറ്റിയ ഹാജിമാർക്ക് HVC ഹെൽപ്പ് ഡെസ്കിനെ പെട്ടെന്ന് ബന്ധപ്പെടാനുള്ള സൗകര്യം ആപ്പിലുണ്ട്. കൂടാതെ ഓരോ ദിവസവും വരുന്ന ഹാജിമാരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂളുകളും ഹാജിമാർക്ക് ആവശ്യമുള്ള പ്രധാന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംവിധാനങ്ങളും ഇതിലുണ്ട്. ആൻഡ്രോയിഡ്, ആപ്പിൾ ഫോണുകളിൽ ലബ്ബൈക്ക് ആപ്പ് ലഭ്യമാകും. കൂടാതെ തീർത്ഥാടകർക്ക് ഭക്ഷണവും മറ്റും നൽകിക്കൊണ്ട് മക്കയിലെ ICF RSC സേവന രംഗത്ത് ഇത്തവണയും സജീവമാണ്. ICF RSC വളണ്ടിയേഴ്സിന്റെ പച്ചക്കറി, കഞ്ഞിയൊക്കെ ഭക്ഷണങ്ങൾ കിട്ടും. വലിയ ഉപകാരമാണ്. ഇങ്ങനെ വരുമ്പോൾ എല്ലാ സാധനങ്ങളും നല്ല ഹൈറായൊക്കെ എല്ലാ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു തരുന്നുണ്ട്. കഞ്ഞി, പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാം കിട്ടുന്നുണ്ട്. മക്ക, മിന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിലും മദീനയിലും ICF RSC പ്രവർത്തകരുടെ സേവനം തീർത്ഥാടകർക്ക് ലഭിക്കും. ക്യാമറമാൻ ജുനൈദ് കൊണ്ടോട്ടിക്കൊപ്പം മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. OICC കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് സാമുൽ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി BS പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോയി കരിവാളൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബിപിൻ മങ്ങാട്ട് നന്ദി രേഖപ്പെടുത്തി. പരിപാടിയിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിന്റെ 250 വർഷങ്ങൾ അടയാളപ്പെടുത്തി ഇന്ത്യൻ എംബസിയുടെയും കുവൈറ്റ് ഹെറിറ്റേജ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ നാഷണൽ കൌൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ പ്രദർശനം സംഘടിപ്പിച്ചു. കുവൈറ്റ് നാഷണൽ ലൈബ്രറിയിൽ റിഹ്ലായ ദോസ്തി എന്ന പേരിലാണ് പരിപാടി. NCCL സെക്രട്ടറി ജനറൽ മുഹമ്മദ് അൽ ജസാർ ഉദ്ഘാടനം നിർവഹിച്ചു. കുവൈറ്റ് ഹെറിറ്റേജ് സൊസൈറ്റി പ്രസിഡന്റ് ഫഹദ് അബ്ദുൽ ജലീൽ, ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സോയ്ക്ക, കുവൈറ്റ് ഹെറിറ്റേജ് സൊസൈറ്റിയിലെ മറ്റു ഉദ്യോഗസ്ഥരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് ഹാരിസൺ മലയാളം കമ്പനി. ഹാരിസൺ മലയാളം സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിലെ 41 തൊഴിലാളികൾക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ 21 പേരുടെ ആശ്രിതർക്കായി 1,83 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. കരുതൽ എന്ന് പേരിട്ട തൊഴിലാളി സംഗമം T സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്തു. ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിലെ ദന്തപരിചരണ വിഭാഗം അടച്ചുപൂട്ടാനൊരുങ്ങി പൊതുജനാരോഗ്യ മന്ത്രാലയം. അനുവദിക്കപ്പെട്ട പ്രാക്ടീസ് പരിധിക്ക് പുറത്തുള്ള സേവനങ്ങൾ നൽകിയ നിരവധി ആരോഗ്യ പ്രാക്ടീഷണേഴ്സിന്റെ ലൈസൻസുകൾ താൽക്കാലികമായി റദ്ദ് ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. നിയന്ത്രണങ്ങൾ ലംഘിച്ച സ്ഥാപനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും രാജ്യം അനുശാസിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും രോഗികൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. 1 കിലോ ഹെറോയിനും 6 കിലോ ഹാഷിഷുമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. യാത്രക്കാരന്റെ ലഗേജിൽ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൂതന സ്കാനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. വാഹന സ്പെയർ പാർട്സുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ജിദ്ദ കൊണ്ടോട്ടി മണ്ഡലം KMCC സംഘടിപ്പിക്കുന്ന KL84 സൂപ്പർ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 ജൂൺ 12, 13 തീയതികളിൽ നടക്കും. ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റിലെ അൽ റുസൂഖ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 4 വെറ്ററൻസ് മത്സരങ്ങളടക്കം 12 മത്സരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുക. ജിദ്ദയിൽ നിന്നുള്ള 4 ടീമുകളും യാംബുവിൽ നിന്നുള്ള 2ഉം മദീന, തബൂക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ടീമുകളും പങ്കെടുക്കും. ജേതാക്കൾക്ക് 10,000 റിയാലും രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് 5,000 റിയാലും സമ്മാനമായി ലഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകളിലേക്ക് തിരികെ. ചെടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ തിരിച്ചറിയാത്തത് കാരണം കൃഷിനാശം ഉണ്ടാകുന്നത് പതിവാണ്. ചെടികളുടെ ഇലകളിൽ നിന്നും അവയുടെ ആരോഗ്യം മനസ്സിലാക്കാം, അതും സൗജന്യമായി. തൃശൂരിൽ നടക്കുന്ന എന്റെ കേരളം വിപണന മേളയിൽ എത്തിയാൽ മതി. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവനിലും നടപ്പാക്കുന്ന പദ്ധതിയുടെ മാതൃകയായാണ് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് മേളയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാരകമാണ്. അത് കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു മാറ്റം, അതായത് പതിവില്ലാത്ത തരത്തിൽ എന്തോ കേട് ബാധിച്ചതുപോലുണ്ട് ഈ നാരകത്തിൻ്റെ ഇല കാണാൻ. അപ്പോൾ ഈ ഇലയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇതിന് എത്രത്തോളം ആരോഗ്യമുണ്ട് ഈ നാരകത്തിന് എന്നൊരു പരിശോധനയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ഒരു ഇല, ഈ കേടുവന്ന ഇല കൂടി പറിക്കാം. ഈ പരിശോധന സൗജന്യമാണ്, ബാക്കി നമുക്ക് കണ്ടറിയാം. അതായത് ഇത് നാരകത്തിൻ്റെ അല്ലേ, അപ്പോൾ ഇതിനെന്താ കുഴപ്പമൊന്നും നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇതിൽ ലീഫ് മൈനർ എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റ്, അതിൻ്റെ ഗ്രബ് അത് ടണൽ ചെയ്തിട്ട് ഇതിൽ ഫീഡ് ചെയ്ത് പോയിട്ട് അതിൻ്റെ ക്ലോറോഫില്ല് അത് ഭക്ഷിക്കുന്നത് മൂലം അതുപോലെയാണ് ഈ ഒരു ടണലിംഗ് സിംറ്റംസ് നമുക്ക് ലീവ്സിൽ വിസിബിൾ ആയിട്ടുള്ളത്. ഒരു മിനിറ്റ്, അതായത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ്, അതായത് ഈ ഇല പരിശോധിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശന വിപണന മേളയിലാണ്. അത് തൃശ്ശൂരിലെ തേക്കിൻകാട് നടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഇത് ചെടിക്ക് കേടുവരുത്തുന്നതാണോ പൂർണ്ണം? ഇത് ചെടിക്ക്, അതായത് കൂടുതലായിട്ട് സിവിയർ ഇൻഫെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കുറഞ്ഞിട്ട് അതിൻ്റെ ഈൽഡ് സ്വാഭാവികമായിട്ടും കുറവ് വരും. ഒരു പരിഹാര മാർഗമായിട്ട് എന്താ നിർദ്ദേശിക്കാനുള്ളത്? അത് ഈ മറ്റു ചെടികളിലും വരാൻ സാധ്യതയുള്ള രോഗമാണല്ലോ. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഹോംസ്റ്റെഡ് കൾട്ടിവേഷനിൽ നമുക്ക് ഇനീഷ്യലായിട്ട് വേപ്പെണ്ണ പോലുള്ള ജൈവ കീടനാശിനി 2% 20 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഗ്രബ്സ് ഈ ഇല മണ്ണിൽ വീഴുമ്പോൾ അതിൻ്റെ പ്യൂപ്പ മണ്ണിൽ നിന്ന് വീണ്ടും അഡൽട്ട് ഫ്ലൈസ് എമേർജ് ചെയ്ത് വരും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിൽ നമുക്ക് ബിവേറിയ ബാസിയാന പോലുള്ള ജൈവ കീടനാശിനി 20 grams 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും എഫക്റ്റീവാണ്. ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോളിൽ നമ്മൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? കൃഷി വകുപ്പിൻ്റെ സ്റ്റോളല്ലേ? ഇതിൽ നമുക്ക് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കാണ്. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ പല പഞ്ചായത്തുകളിലും പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്സ് ഉണ്ട്. അപ്പോൾ അവിടെ സമീപിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് എന്തൊക്കെയാണോ ചെടികളിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കീടങ്ങൾ രോഗങ്ങൾ അത് നിർണ്ണയിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ പ്രിസ്ക്രിപ്ഷനായിട്ട് എഴുതി കൊടുക്കും. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഇതിപ്പോൾ നമ്മുടെ തക്കാളിയിൽ ഇങ്ങനെ അടിഭാഗത്ത് ചെറിയൊരു അസുഖം പോലെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കർഷകർ വിചാരിക്കുക അതൊരു അസുഖമാണെന്നാണ് വിചാരിക്കുക. പക്ഷേ ഇതെന്ന് പറയുന്നത് കാൽഷ്യം എന്ന് പറയുന്ന മൂലകം നമ്മുടെ തക്കാളിയിൽ കുറവ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കേട് പോലെ വരിക. അപ്പോൾ അതിന് കുറച്ച് കുമ്മായം അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഏതെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കർഷകർക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ഫീൽഡുകളിൽ കൊണ്ടുപോയിട്ട് pH ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെൻ ടൈപ്പ് pH മീറ്ററും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി EC മീറ്ററുമാണ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് ഒരു ഫീൽഡിൽ പോകുമ്പോൾ അവർക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് pH ഡിജിറ്റലി ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് അവർക്ക് അതിൻ്റെ ഉള്ള എത്രയാണ് pH എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അമിലിയോറൻസ് എന്താണെന്നുള്ളത് കൊടുക്കാൻ പറ്റും. എന്തായാലും ഇതാണ് വലിയൊരു അറിവാണ്. കാരണം നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ഈ സംവിധാനമുണ്ട്, പക്ഷേ പലർക്കും അറിയില്ല. അതാ നമുക്ക് ഇവിടെ അന്വേഷിച്ചു വന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രദർശന വിപണന മേളയിലേക്ക് എത്താം. അത് നിങ്ങളുടെ ഒരു അടുക്കളത്തോട്ടത്തിലെ ഒരു ചെടിയാണെങ്കിൽ പോലും അതിന് എന്ത് രോഗമുണ്ടെങ്കിലും ആ രോഗം ഇവിടെ നിർണ്ണയിക്കാം. അതിനുള്ള പരിഹാരവും ഇവിടെ നിന്ന് ലഭിക്കും. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം വിലക്കി. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. മലപ്പുറം കുരിയാട് ദേശീയപാത ഇടിഞ്ഞുതാഴ്ന്ന സംഭവത്തിൽ 2-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി. ഡീബാർ ചെയ്തതിനാൽ തുടർ കരാറുകളിൽ ഇനി പങ്കെടുക്കാനാകില്ല. കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ദേശീയപാതയിലെ അപാകതകളെക്കുറിച്ച് പരിശോധിക്കാൻ IIT വിദഗ്ധർ ഉൾപ്പെട്ട 3-അംഗ സമിതിയെ നിയോഗിച്ചു. അന്വേഷണ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ദേശീയപാതയിലെ അപാകതയിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതായി MP ET മുഹമ്മദ് ബഷീർ. വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ച കാര്യം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ പേരിൽ തുടർ നിർമ്മാണം അനന്തമായി നീണ്ടുപോകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം പരാതികളുള്ള മറ്റിടങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. 24 ഡൽഹി.
മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിന്റെ കാരണം പരിശോധിക്കുമെന്ന് കരാർ കമ്പനിയായ KNRC. ഓരോ വർഷവും പുതിയ നിർമ്മാണ രീതികൾ അവതരിപ്പിക്കാറുണ്ട്. കേന്ദ്രത്തിന്റെ വിലക്കുള്ളതിനാൽ ഇനി നാഷണൽ ഹൈവേ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും KNRC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി 24 പറഞ്ഞു. Yeah, NHA have taken some action on that event. Many of that we have been given a show cause notice in which we will be addressing that. That every year the design team has visited and they have visited and now the new concepts and designs are being worked out for that. Actually, what happened, the technical people will be able to tell you. മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്തെ DPRൽ അപാകതകളുണ്ടെന്ന് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും സ്ഥലത്ത് പരിശോധന നടത്തിയ NHA റെസിഡന്റ് എഞ്ചിനീയർ അറിയിച്ചു. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കുപ്പത്ത് പ്രതിഷേധിച്ച ജനങ്ങളുടെ ആശങ്ക ശരിവെക്കുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ കുറ്റസമ്മതം. DPRൽ തന്നെ അപാകതയുണ്ടെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. വീടുകളിലേക്ക് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് ഒഴുക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണെന്ന് സ്ഥലം സന്ദർശിച്ച ദേശീയപാത അതോറിറ്റി വിദഗ്ധ സംഘം അറിയിച്ചു. In the meantime, we are planning to divert the other catchment area water to other way. We will find, with the help of local panchayat people and other places where we can put the storm water. അതേസമയം ദേശീയപാതയുടെ മറുവശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് NHA പ്രതിനിധികൾ പറയുന്നു. കുന്നിടിച്ച ഭാഗവും റോഡും തമ്മിൽ ആവശ്യത്തിന് അകലമുണ്ടെന്നാണ് വിശദീകരണം. ഈ മാസം 27-നകം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം പുനരാരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പരിഹാരം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക പരിഹാരമാണ് അവരിപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി കുറച്ചും കൂടി ഡ്രെയിനേജ് ആഴത്തിൽ കുഴിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 27-ാം തീയതി വരെ നമ്മൾ നോക്കൂ. 27-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സമരത്തിലേക്ക് തന്നെ ഇറങ്ങും. പിലാത്തറയും കുപ്പവും അടങ്ങുന്ന റീച്ചിൽ നിർമ്മാണത്തിലുണ്ടായ അപാകതയിൽ പ്രതിഷേധിച്ച് DYFI മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ഓഫീസിലെ ചില്ലുകളും വാതിലും അടിച്ചു തകർത്തു. 24 കണ്ണൂർ. ദേശീയപാതയുടെ തകർച്ചയിൽ പ്രതിസന്ധിയിലായ പൊതുമരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. പാതയിലെ കുഴപ്പങ്ങൾക്ക് കാരണം നിർമ്മാണം നടത്തുന്ന NHAയും കരാറുകാരുമാണെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്തവർ തകർന്നതിന് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രധാന പ്രചരണ വിഷയമാകാനിരുന്ന ദേശീയപാതയുടെ തകർച്ച രാഷ്ട്രീയ പ്രശ്നമായി പരിണമിച്ചിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിൽ അഭിമാനം കൊണ്ടിരുന്ന പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് തകർച്ചയിൽ പ്രതിരോധത്തിലായത്. പ്രതികരണം സമൂഹമാധ്യമ അക്കൗണ്ടിൽ ഒതുക്കിക്കൊണ്ട് മരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ മാറി നിൽക്കുന്നു. എന്നാൽ പ്രതിരോധത്തിലായ മരാമത്ത് വകുപ്പിനെ സംരക്ഷണ കവചം തീർക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇറങ്ങി. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആ മുതൽ ക്ഷാവരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണം NHAയും കരാറെടുത്തവരുമാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും മരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർക്കുന്നു. അതിൻ്റെ ഉത്തരവാദി ആരാണോ നിർമ്മിക്കുന്നത് ആ നിർമ്മിക്കുന്ന ഏജൻസി തന്നെയാണ്. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അത് കോൺട്രാക്ട് കൊടുത്തതാണ്, വിവിധ റീച്ചുകളായിട്ട് കൊടുത്തതാണ്. ആ റീച്ചിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടത്തി നാഷണൽ ഹൈവേ 66 ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യപ്പെടും. ദേശീയപാത വികസനത്തിൽ നേട്ടം അവകാശപ്പെട്ടവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇപ്പൊ ആരുമില്ല ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും തയ്യാറല്ല. ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും. അവരാരും ഇല്ലല്ലോ ഇപ്പോ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. യഥാർത്ഥ DPR ആർക്കോ വേണ്ടി മാറ്റിയതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു. ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെയാണ് DPR 1 മാറ്റി DPR 2
അതും പോരാഞ്ഞിട്ട് DPR 3-യിലേക്ക് പോയത് എവിടെയാണ്? ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാകുമെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. NH-66 വിവാദത്തിൽ വിശദീകരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിലവിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരം. വിദഗ്ധ സംഘം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറുപടി പറയും. ദേശീയപാതയ്ക്കായി സംസ്ഥാന സർക്കാർ പണം ചെലവിട്ട രാജ്യത്തെ തന്നെ ഏക പദ്ധതിയാണിത്. 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. പറഞ്ഞേ പറ്റൂ എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് പ്രതികരണം. റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരുക തന്നെ ചെയ്യും. NH-66 അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടുപേർക്കും എല്ലാ കാലത്തും ഒരേ സ്വരം. UDF-നും BJP-ക്കും ഒരേ സ്വരമാണ്. ആ തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ തീരുമാനം ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ള തീരുമാനമാണ്. സ്ഥലം ഏറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനയോട് അനുകൂല നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. റെയിൽ മന്ത്രി എന്ന പരിഹാസത്തിനും മന്ത്രി മറുപടി നൽകി. ദേശീയപാതയിലെ വിവിധ ഇടങ്ങളിലുണ്ടായ വിള്ളലുകളിൽ UDF-ഉം BJP-യും രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണെന്നും PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുട്ടി കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയായതായി കണ്ടെത്തൽ. ഡോക്ടേഴ്സ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 2.5 വയസ്സ് മുതൽ കുട്ടിയെ ഉപദ്രവിച്ചു വന്നിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകി. വിവരം കുട്ടി അമ്മയോട് പറഞ്ഞതായും കുട്ടിയുടെ അമ്മ തന്നെ തല്ലിയതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. 4 വയസ്സുകാരി അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായി എന്ന വിവരം പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടത്തിനു പിന്നാലെ ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയുടെ പിതൃ സഹോദരനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി പ്രതി കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. വീട്ടിൽ ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചത്. കുട്ടി അമ്മയോട് ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ പ്രതിയെ തല്ലിയതായും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുണ്ടായിരുന്ന കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് പോലീസിനെ അറിയിച്ചത്. ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം മുന്നിൽ വെച്ച് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. രാത്രിയിൽ കുട്ടിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകുന്ന സമയത്തായിരുന്നു പ്രതി കുട്ടിയെ കൂടുതലും ഉപദ്രവിച്ചിരുന്നത്. 10-ലധികം തവണ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായും പ്രതി മൊഴി നൽകി. കുട്ടി അമ്മയോട് പീഡന വിവരം പറഞ്ഞിരുന്നുവെങ്കിലും അമ്മ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. പോക്സോ ബാലനീതി നിയമപ്രകാരമാണ് നിലവിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന അമ്മ നൽകുന്ന ഓരോ മൊഴിയും കേസിൽ നിർണായകമാണ്. കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെയും ഉടനെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസന്വേഷണം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. S. ശ്യാംകുമാർ, 24, കൊച്ചി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.